ആശ്രയമരുളും അഭയസങ്കേതം. Divine, divine, divine blessing. ദൈവം നൽകിയ സ്നേഹവരദാനം. Divine, divine, divine. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഡിവൈൻ ബ്ലെസ്സിങ് എന്ന ഈ ശുശ്രൂഷയിലൂടെ കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധി അനുഗ്രഹങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി പറയാം. എല്ലാ ആഴ്ചയും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ദൈവം ചൊരിയുന്ന അനേക അത്ഭുതങ്ങൾ, അനുഗ്രഹങ്ങൾ, അതുവഴി ദൈവസ്നേഹത്തിലും വിശ്വാസത്തിലും ആഴപ്പെടുന്ന അനേകരുണ്ട്. ഇതിനെല്ലാം ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഗ്രന്ഥത്തിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: അബ്രാഹാം വിശ്വാസത്തിനെതിരായി ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തില്ല, മറിച്ച് വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ദൈവം നൽകിയ വാഗ്ദാനം അതിൽ വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു. അത് അവന് നീതിയായി പരിഗണിക്കപ്പെടുകയാണ്. അപ്പോൾ ദൈവം നമുക്ക് നൽകിയ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുകയാണ് അനുഗ്രഹങ്ങൾ കൂടുതൽ പ്രാപിക്കുവാനായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്ന ഒരു മേഖല. അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം വചനം കേട്ട് വലിയ സന്തോഷത്തിലും സമാധാനത്തിലുമൊക്കെ നമ്മളായിരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുക, ഈ ഒരു ധ്യാനം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുക. വിശ്വസിച്ചത് ആഴമായ ബോധ്യമായി നമ്മളിൽ നിറയാനും അതുവഴി അനേകർക്ക് സന്തോഷമായി സമാധാനമായി തീരുവാനും കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ ആഴ്ചയും നടക്കുന്ന ധ്യാന ശുശ്രൂഷകളിലൂടെ ഈശോ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. അടുത്ത ആഴ്ച നടക്കാനിരിക്കുന്ന ധ്യാനത്തിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് ഒരുമിക്കാം. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Divine, divine, divine blessing. Divine, divine, divine. നിക്കോദേമോസ് എന്ന് പറഞ്ഞ പണ്ഡിതൻ ഈശോയെ കാണാൻ ചെന്നപ്പോൾ ഈശോ അദ്ദേഹത്തോട് പറഞ്ഞു, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പം നിക്കോദേമോസ് ആലോചിച്ചു, ഞാൻ ആദ്യം ജനിച്ചത് എൻ്റെ അപ്പനും അമ്മയും ശരീരം തന്നതുകൊണ്ടാണ്. വീണ്ടും ജനിക്കണമെങ്കിൽ ശരീരം വേണ്ടേ? പ്രായമായി എനിക്ക് ഇനി ശരീരം തരാൻ എൻ്റെ അപ്പനും അമ്മയ്ക്കും കഴിയുമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ആരെനിക്ക് ശരീരം തരും? അതാണ് നിക്കോദേമോസിന്റെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം യോഹന്നാൻ 6 നമ്മൾ കാണുന്നത്. അത് വിശുദ്ധ കുർബാനയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ
വൈദികൻ പറയുന്നത് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നാണ്. അതായത് മിശിഹായുടെ ശരീരം. പ്രിയപ്പെട്ടവരെയും, അങ്ങനെ നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ ഇപ്പം നമ്മുടെ മുമ്പിൽ രണ്ട് ശരീരമുണ്ട്. ഒന്ന് നമ്മുടെ മാതാക്കന്മാരിൽ നിന്ന് കിട്ടിയ ശരീരം, അതിനകത്താണ് വേണ്ടാത്ത ഈ ഓർമ്മകളെല്ലാം കിടക്കുന്നത്. പിന്നെ ഈശോ തന്ന ഈശോയുടെ ശരീരം, അതിനകത്ത് ഈ ഓർമ്മയൊന്നുമില്ല, അത് വിശുദ്ധമാണ്, അത് മുഴുവൻ സ്നേഹമാണ്. അപ്പം നമ്മുടെ മുമ്പിൽ രണ്ട് ശരീരം വന്ന് നിൽക്കുകയാണ്. ഇനി നമ്മൾ തീരുമാനിക്കേണ്ടത് ഏത് ശരീരത്തിലാണ് ഞാനിനി വസിക്കേണ്ടത്. നമുക്ക് വേണമെങ്കിൽ യേശുവിൻ്റെ ശരീരത്തിൽ പ്രവേശിക്കാം, അതല്ലെങ്കിൽ ആ പഴയ ശരീരത്തിൽ തന്നെ തുടരാം. ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നീ പ്രവേശിച്ചു കഴിഞ്ഞാൽ അങ്ങനെ യേശുവിൻ്റെ ശരീരത്തിൽ നിനക്ക് വീണ്ടും ജനിക്കാൻ പറ്റും. എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്? നിന്റെ മനസ്സ് എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് നീയും പോകുന്നു. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് വീടിനെക്കുറിച്ച് ചിന്തിച്ചാൽ നിന്റെ മനസ്സ് വീട്ടിലേക്ക് പോയി കഴിഞ്ഞു. വീട്ടിലെ ചിന്തകളൊക്കെ അനുഭവമായിരിക്കും ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഉണ്ടാകുക. മനസ്സ് എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് നീയും പോകും. ഹല്ലേലൂയ. അപ്പം നമ്മുടെ മനസ്സിനെ ഈശോയുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈശോയുടെ ശരീരത്തിലാണെന്ന് ചിന്തിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിലായി. ബൈബിളിൽ 33,000-ഓളം വചനങ്ങളുണ്ട്. അതിൽ 8,500-ഓളം വാഗ്ദാന വചനങ്ങളാണ്. ഈശോ പറയുന്നു, എൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൻ്റെ അനന്ത യോഗ്യതയിൽ നടത്തം, യേശുവിൻ്റെ മുഴുവൻ ജീവിതത്തിൻ്റെ യോഗ്യതയിൽ നടത്തം. എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെയുള്ള വാഗ്ദാനങ്ങൾ 8,500-ഓളം വാഗ്ദാനങ്ങളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ബൈബിളിലെ ആദ്യത്തെ പ്രവചനം ഉൽപ്പത്തി 3:15 സാത്താൻ ആദം ഹവ്വായെ പാപത്തിൽ വീഴിച്ചു, ദൈവകൃപ അവർക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ ആദം ഹവ്വായെ പാപത്തിൽ വീഴിച്ച സാത്താനെ ശിക്ഷിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, ഉൽപ്പത്തി 3:15, നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. സ്ത്രീ എന്ന് പറഞ്ഞാൽ ആരാണ്? നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, അവളുടെ സന്തതി നിന്റെ തല തകർക്കും. ഹല്ലേലൂയ. കുരിശേ കിടന്നുകൊണ്ട് ഈശോ മാതാവിനോട് പറഞ്ഞു, സ്ത്രീയെ ഇതാ നിന്റെ മകൻ, യോഹന്നാനെ കാണിച്ചോണ്ട്. അപ്പോൾ ആ ബൈബിൾ പറഞ്ഞിരിക്കുന്ന സ്ത്രീ യേശുവിൻ്റെ അമ്മയായ ദൈവപുത്രൻ്റെ അമ്മയായ മറിയമാണ്. ഒരാളിലൊരു നെഗറ്റീവ് പ്രവണത വന്നാൽ ആ നെഗറ്റീവ് പ്രവണത മറ്റുള്ളവരിലേക്ക് പോകും. എല്ലാവരിലും പോസിറ്റീവ് എനർജി, പോസിറ്റീവ് ശക്തി, അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ എല്ലാ ദുഃഖത്തെയും കഴുകുന്നു. ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ എല്ലാ വേദനയും കഴുകുന്നു. ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ മനസ്സിൻ്റെ എല്ലാ മുറിവുകളെയും കഴുകുന്നു. ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ എല്ലാ രോഗത്തെയും കഴുകുന്നു. ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ എല്ലാ പാപത്തെയും കഴുകുന്നു. മനസ്സിൽ വിട്ടുമാറാത്ത ദുഃഖം, വിട്ടുമാറാത്ത വേദന, മനസ്സിൻ്റെ മുറിവിൻ്റെ തലങ്ങൾ, ഇന്നലകളിൽ എത്ര ശ്രമിച്ചിട്ട് വിട്ടുമാറാത്ത ചില പാപത്തിൻ്റെതായ പ്രവണതകൾ, ശാരീരികമായ രോഗപീഠകൾ, ഇതെല്ലാം കഴുകുന്നതാണ്, കഴുകി സുഖപ്പെടുത്തുന്നതാണ്, കഴുകി വിശുദ്ധീകരിക്കുന്നതാണ്, കഴുകി അനുഗ്രഹിക്കുന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ആ ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിലേ കടന്നു വന്ന് എന്നിലെ വിട്ടുമാറാത്ത ദുഃഖം, ഓർത്തോർത്തുള്ള ദുഃഖം, ഓർത്തോർത്തുള്ള വേദന, ഇങ്ങനെ മനസ്സിൻ്റെ തലങ്ങളിലെല്ലാം പ്രയാസപ്പെടുന്ന കാര്യങ്ങളെയും ദൈവമേ അങ്ങയുടെ സ്നേഹം കൊണ്ട് കഴുകി എൻ്റെ മനസ്സിനെ സുഖപ്പെടുത്തണമേ, എൻ്റെ ചിന്തകളെ സുഖപ്പെടുത്തണമേ. റോമാലേഖനം 8:35 റോമ 8:35. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന്. ഇനി മനസ്സിലാക്കേ, ക്രിസ്തുവിന്റെ സ്നേഹം പ്രത്യേകത, ക്രിസ്തുവിന്റെ സ്നേഹം
എൻ്റെ ദുഃഖത്തെ, എൻ്റെ വേദനയെ, എൻ്റെ രോഗത്തെ, എൻ്റെ മുറിവുകളെ, എൻ്റെ പാപത്തെ എല്ലാം കഴുകുന്നതാണ്. ആ പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവിലൂടെ എന്നിലേക്ക് ചൊരിഞ്ഞ ആ സ്നേഹം എൻ്റെ ഉള്ളിലെ എല്ലാ ദുഃഖങ്ങളെ, വേദനകളെ, രോഗങ്ങളെ, പാപങ്ങളെ മുഴുവൻ കഴുകുന്നതാണ്. ഈ കഴുകുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് ആര് നമ്മെ വേർപെടുത്തും? എൻ്റെ പേര് അലീന. ഞാൻ വരുന്നത് വെള്ളിക്കുളങ്ങരയിൽ നിന്നാണ്. എനിക്ക് ഈ ധ്യാനത്തിന് വന്നപ്പോൾ എനിക്ക് കുറേ ആത്മീയ അനുഭവങ്ങൾ ഫീൽ ചെയ്തു. ദൈവത്തിനെ എനിക്ക് സക്രാരിയിൽ കാണാൻ എന്നുള്ള അനുഭവം എനിക്ക് കിട്ടി. ഒരുപാട് സന്തോഷം തോന്നി. ആരാധനയുടെ സമയത്തായാലും എനിക്ക് കൂടുതൽ സന്തോഷം, മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നി. എന്തൊക്കെയോ വിടുതലുകൾ എനിക്ക് സംഭവിക്കുന്ന പോലെ എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇത്രയും നാളായിട്ട് ഇത്രയും നല്ലൊരു ധ്യാനം ആദ്യമായിട്ടാണ് ഞാൻ കൂടുന്നതും. ഒത്തിരി സന്തോഷം തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. വിശ്വാസ ജീവിതം എങ്കിൽ ഞാൻ പറയും, ഏലി അത് ചെയ്തപ്പോൾ സ്വർഗത്തിൽ ദൈവം ബാലിന്റെ പ്രവാചകൻ കൂവി വിളിച്ച് വിട്ടി എന്ന് പറഞ്ഞെങ്കിൽ സ്വർഗ ദൈവം കൈയടിച്ചു. ഏലിയാ, വാട്ട് യു ഡിഡ് ഈസ് ഗുഡ്. നീ എന്ത് ചെയ്തുവോ നന്നായിരിക്കുന്നു. തലയിൽ മാമൂദിസ ജലമുണ്ട്. വിഭൂതി തിങ്ങൾ നെറ്റിത്തരത്തിൽ കരിക്കുറി ഉടച്ചിട്ടുണ്ട്. ദുഃഖ വെള്ളിയാഴ്ച കുരിശ് കണ്ണീരോട് പോയി മുത്തിയിട്ട് എനിക്ക് വേണ്ടി പീഡ സഹിച്ച കർത്താവേ എന്ന് പറഞ്ഞു. പക്ഷെ വിശ്വാസ ജീവിതമുണ്ട്. എന്റെ രോഗത്തെയാണ് സുഖപ്പെടുത്തുന്ന നമ്പരാന് കഴിയും. യാക്കോബ് 5:15 വിശ്വാസത്തോടുള്ള പ്രാർത്ഥന ദൈവം രോഗിയെ സുഖപ്പെടുത്തും. യാക്കോബ് 5:15 വിശ്വാസമുള്ള പ്രാർത്ഥന. എനിക്ക് കുഞ്ഞിനെ തരാൻ നമ്പരാന് കഴിയും. എനിക്ക് സൗഖ്യം തരാൻ നമ്പരാന് കഴിയും. എനിക്ക് ജീവിത പങ്കാളിയെ തരാൻ കഴിയും. എനിക്ക് വീട് തരാൻ കഴിയും. എന്നെ വിദേശത്ത് കൊണ്ടുപോകാൻ കഴിയും. വിശ്വാസ ജീവിതം. ഇന്ന് ചിന്തിക്കുക, ഞാൻ വിശ്വാസം അകന്നു പോയ വ്യക്തിയാണ്. എൻ്റെ വിശ്വാസം എവിടെ നിൽക്കുന്നു? ഇത് പിന്നെ ഒത്തിരി വിവരിക്കേണ്ട കാര്യമില്ല. ഏലിയ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനാ ജീവിതം. ഒത്തിരി എനിക്ക് മെസ്സേജിന് പോണ്ടി വന്നില്ല. പ്രാർത്ഥനാ ജീവിതമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അഗ്നി, പരിശുദ്ധാത്മാഗ്നി ഇറങ്ങി വരും. പ്രാർത്ഥനയുണ്ടോ? വ്യക്തിപരമായി പ്രാർത്ഥന, കുടുംബത്തിൽ സന്ധ്യ പ്രാർത്ഥനയുണ്ടോ? സന്ധ്യയാകുമ്പോൾ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് അഭിഷേകത്തോടെ പ്രാർത്ഥിച്ചാൽ ആ കുടുംബത്തിൽ ദൈവത്തിന് അഗ്നി ഇറക്കി കൊണ്ടുവരാൻ ദൈവം തിരുമനസ്സാകും. എങ്കിൽ നാളെ ആ സമയമാകുമ്പോൾ മക്കളെ അപ്പനും അമ്മയും വിളിക്കേണ്ടി വരും. മോനെ വാ, മോളെ വാ പ്രാർത്ഥിക്കാൻ. അവർ ചോദിക്കും, മമ്മി ഡാഡി ഇന്ന് പ്രാർത്ഥനയില്ലേ? കാരണം ഇന്നലത്തെ പ്രാർത്ഥനയ്ക്ക് അഭിഷേകം ഉണ്ടായി. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ കുടുംബ പ്രാർത്ഥന അകന്നു നിൽക്കുന്നെങ്കിൽ നിങ്ങളുടെ ഇന്നലത്തെ പ്രാർത്ഥനയ്ക്ക് അഭിഷേകമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. എൻ്റെ പേര് മുരളി എന്നാണ്. ഞാൻ ഒരു 10 വർഷത്തിന് മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഫാമിലി ആയിട്ടും വന്നിട്ടുണ്ട്, ധ്യാനം കൂടിയിട്ടുണ്ട്. എനിക്ക് നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു കരുണ ഞങ്ങൾക്ക് ലഭിക്കാനുണ്ടായി. ഞാൻ ഇവിടുന്ന് കിട്ടിയ പ്രാർത്ഥനയാണ് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധ്യമല്ല. ഞാൻ ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. ശക്തനും ധീരനുമായിരിക്കുക. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള വചനം ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ കുടുംബവും എല്ലാം ദൈവവിശ്വാസത്തിലുള്ളതാണ്. യേശുവിൻ്റെ കരുണയിലും പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ദൈവത്തിന് നന്ദി, സ്തുതി, ആരാധന, മഹത്വം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 143-ാം അധ്യായം 6-ാം തിരുവചനം. ഞാൻ അങ്ങയുടെ നേർക്ക് കരങ്ങൾ വിരിക്കുന്നു. ഉണങ്ങി വരേണ്ട നിലം പോലെ എൻ്റെ ഹൃദയം അങ്ങേക്കായി ദാഹിക്കുന്നു. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, അനുദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ നേർക്ക് നീട്ടപ്പെടുന്ന കരങ്ങൾ അത് എപ്പോഴും
അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്ന അവസരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം ദൈവത്തിലേക്കുള്ള ഒരു ആകർഷണം മനുഷ്യന് എപ്പോഴുമുണ്ട്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമായതുകൊണ്ട് അനുദിന ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ഒരു നല്ല ബന്ധം നിലനിർത്തുക നമുക്ക് ഏറെ ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും വേദനകളും കണ്ണുനീരും ബുദ്ധിമുട്ടും കടബാധ്യതയും എല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ വിരിച്ച കരങ്ങളിലൂടെ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയുമ്പോൾ കർത്താവിൻ്റെ വലിയ അനുഗ്രഹം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഒഴുകി ഇറങ്ങും എന്നുള്ള യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഉണങ്ങി വരണ്ട നിലം പോലെയുള്ള ഒരു ഹൃദയവും മനസ്സുമാണ് നമുക്കുള്ളത് എങ്കിലും ആ അവസ്ഥയെ തിരുസന്നിധിയിൽ സമർപ്പിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണമായി തീരും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. എൻ്റെ പേര് ജസ്മിൻ ബാബു, ഇവൻ്റെ പേര് ആൽബിൻ ഷാജു. ഞാൻ വരുന്നത് വേലുപ്പാടം, ഇവൻ നന്ദിപൂലാണ്. ഞങ്ങൾ ബ്രദേഴ്സാണ്. തലൂർ STV സെമിനാരിയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ധ്യാനത്തിന് വന്നപ്പോൾ ഞങ്ങൾക്ക് ആദ്യമൊന്നും ധ്യാനത്തിന് വരാൻ ഇഷ്ടമുണ്ടായില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ വചനം കേട്ട് രോഗശാന്തി കണ്ട് ഞങ്ങൾ വലിയ സ്വരത്തിൽ ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ഒരു നല്ല അനുഭവമാണ് ഞങ്ങൾക്ക് ഈ ധ്യാനത്തിന് വന്ന് സെമിനാരിയിൽ വന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഭാഗ്യം ലഭിച്ചത്. ഞങ്ങൾ ദൈവത്തോട് 1000 നന്ദി പറയുന്നു. സങ്കീർത്തനം 118:24. സംഗീതം 118:24. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്. ഇന്ന് നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം. നമുക്ക് കർത്താവിന്റെ വചനം ശ്രവിച്ച് പ്രാർത്ഥിക്കാം. ഈ മണിക്കൂറിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. നിങ്ങളുടെ കണ്ണുനീരിലേക്കും സങ്കടങ്ങളിലേക്കും ഒക്കെ കർത്താവിന്റെ ആത്മാവ് കടന്നു വരും. ജ്ഞാനത്തിന്റെ പുസ്തകത്തില് 1-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: കർത്താവിന്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു. എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്ന അത് മനുഷ്യൻ പറയുന്നത് അറിയുന്നു. ആ കർത്താവിന്റെ ആത്മാവ് ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് എല്ലായിടത്തുമുണ്ട്. ദൈവത്തിന്റെ ആത്മാവിനെ മറച്ച് ഒരു കാര്യങ്ങളും ചെയ്യുവാനായിട്ട് നമുക്ക് സാധ്യമല്ല. പരിശുദ്ധാത്മാവ് നിറഞ്ഞവളേ, പരിശുദ്ധ മറിയമേ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിടാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിടാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. എൻ്റെ പേര് ഷിൽമ. ഞങ്ങൾ വരുന്നത് തൃശ്ശൂരിൽ തന്നെയാണ്. പിന്നെ ഫാമിലി ആയിട്ടാണ് ഇവിടെ ധ്യാനത്തിന് വന്നിട്ടുണ്ടായിരുന്നത്. ഒരാഴ്ചത്തിൽ നിന്നിട്ടുള്ള താമസിച്ചിട്ടുള്ള ധ്യാനമായിരുന്നു. ഇവിടെ വന്നിട്ട് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ധ്യാനം കൂടുന്നതിന് ശേഷം ഞങ്ങൾക്കൊരു എന്താ പറയുക, ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ ലഭിച്ച് അതിനാൽ ഞങ്ങൾക്കൊരു ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഈ ധ്യാനം വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക്. അബ്രാഹത്തിൻ്റെ മകനായിരുന്നു ഇസഹാക്ക്. നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പോൾ ഈ ഇസഹാക്കിനെ 12-ാമത്തെ വയസ്സിൽ അബ്രാഹം ദൈവത്തിൻ്റെ വാക്ക് കേട്ട് മോറിയ മലയിൽ സജീവ ദഹനബലിയായി അർപ്പിക്കാൻ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കും ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 22-ാം അധ്യായത്തിൽ.
പേര് മരിയ ബിജോയി. ഞാൻ വരുന്നത് കൈപ്ര പ്രസന്നപുരം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് കാലിൽ സർജറി ഒക്കെ കഴിഞ്ഞ് ഭയങ്കര വേദനയോടുകൂടി ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഇങ്ങോട്ട് ധ്യാനത്തിന് വന്നത്. ഇപ്പോൾ ആൾക്ക് സൗഖ്യം കിട്ടി. വളരെയേറെ വേദനയ്ക്ക് നല്ല കുറവുണ്ട്. നീരൊക്കെ കാലിൻ്റെ കുറഞ്ഞു. ഒരുപാട് നേരം ഒന്നും നിൽക്കാനൊന്നും കഴിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കർത്താവിനെ സ്തുതിക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. മിശിഹായിൽ സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും ഈശോയുടെ സന്നിധിയിലായിരുന്നു ആ ഈശോയുടെ ആ സ്നേഹവും രക്ഷയും അനുഭവിച്ച് തിരിച്ച് നമ്മുടെ ഭവനത്തിലേക്ക് പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷിക്കാനുള്ള അനേകം കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവൻ നൽകിയത്, നല്ല ആരോഗ്യം നൽകിയത്, നമുക്ക് ഈശോ ഓരോ സുപ്രഭാതവും നൽകി ആ ദൈവത്തെയും അതോടൊപ്പം തന്നെ നമ്മുടെ സഹോദരങ്ങളെയും കാണുവാനും കേൾക്കുവാനും കൃപ നൽകിയത് ദൈവത്തിൻ്റെ രക്ഷയുടെ ഒരു വലിയ മഹനീയ കാര്യമാണ്. ആ മഹനീയ കാര്യത്തിൽ എപ്പോഴും ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് അനുദിന ജീവിതത്തിൽ നമുക്കുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളെയും ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതാണ് നമ്മൾ ഈ ധ്യാന കേന്ദ്രത്തിൽ നിന്നും പോകുമ്പോൾ വീട്ടിൽ വെച്ച് ചെയ്യാനുള്ള വലിയ കാര്യം. അങ്ങനെ ദൈവത്തിൽ നമ്മൾ കാത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഈശോതമ്പുരാൻ്റെ നമ്മുടെ കർത്താവിൻ്റെ രക്ഷ എപ്പോഴും അനുഭവിച്ചു ഉല്ലസിച്ച് ആനന്ദിക്കുവാൻ നമുക്ക് സാധിക്കും. അതിന് എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി തെലുഗു സെക്ഷനിൽ നമുക്ക് ധ്യാനം നടക്കുന്നുണ്ട്. അവിടെ അടുത്ത ആഴ്ചയും അതിന് പിന്നത്തെ ആഴ്ചയിലും തെലുഗു ആൾക്കാർ വരുവാൻ ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പരിചയക്കാരുണ്ടെങ്കിൽ അവരോട് പറയുക. അവിടെയും ദൈവത്തിൻ്റെ രക്ഷയുടെ സന്ദേശം എല്ലാ മക്കളും അനുഭവിച്ചു ഒരു വലിയ വിശുദ്ധിയുടെ ജീവിതം നയിക്കാനുള്ള കൃപ കൊടുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പേര് റോസി, എൻ്റെ മോളുടെ പേര് ആൻസേറ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഈരാറ്റുപേട്ടയിൽ നിന്നാണ് വരുന്നത്. വലിയൊരു അനുഗ്രഹമായിരുന്നു ഇത് ഈ ധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് ഉണ്ടായത്. ഞാനൊരു അത്ഭുത സാക്ഷ്യമായിട്ട് മാറുകയാണ്. എനിക്ക് നടുവിൻ്റെ വേദന നന്നായി മാറി. ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള സ്ഥലമാണ്. ഒത്തിരി അനുഗ്രഹമുള്ള സ്ഥലമാണ്. ഈശോയ്ക്ക് നന്ദി. അതിമനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. ഈശോ ലോകത്തെ പഠിപ്പിച്ചൊരു പ്രാർത്ഥന. നമുക്കതൊന്ന് ചെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് ഭൂമിയിലുമാകണമേ. പുറപ്പാട് പുസ്തകം പറയുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന യഹോവയാണ്. മർക്കോസ് 1:46 നമ്മൾ കാണുന്നുണ്ട്, ശരീരം മുഴുവൻ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു കുഷ്ഠരോഗി യേശു കടന്നു പോകുമ്പോൾ അങ്ങ് അകലെ നിന്നവൻ ഉച്ചത്തിൽ നിലവിളിച്ചു, ദാവീദിന്റെ പുത്ര യേശുവേ, എന്നോട് കരുണയായിരിക്കണമേ. യേശു അവന്റെ അടുത്ത് വന്നു. അവന്റെ വ്രണങ്ങളിൽ യേശു തന്റെ കരങ്ങൾ സ്പർശിച്ചു. ആ നിമിഷം തന്നെ അവന്റെ കുഷ്ഠരോഗം വിട്ടുപോയി. സൗഖ്യം നൽകണമേ, വിടുതൽ നൽകണമേ, സ്വർഗ്ഗം തുറക്കണമേ. അത്ഭുതങ്ങള് അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവേ, എല്ലാവരെയും സുഖപ്പെടുത്തണമേ. യേശുവേ, നിന്നിൽ വിശ്വസിക്കുന്ന കർത്താവേ, ഈ അൾത്താരയിൽ നിന്നിന്റെ ശക്തി ഞങ്ങളിലേക്ക് നിർഗളിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ദൈവാനുഭവത്താൽ നിറഞ്ഞ സങ്കീർത്തകൻ ഈ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുന്ന ഒരു വചനമാണ് 34-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം തിരുവചനം.
കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ തന്നെ അനുഭവിച്ചറിവിൻ. കർത്താവ് എത്രയോ നല്ലവനാണെന്ന് അനുഭവിച്ചറിയുവാൻ വേണ്ടി സ്വന്തം അനുഭവത്തിൽ നിന്നുകൊണ്ട് സങ്കീർത്തകൻ പറയുമ്പോൾ ഈ ആഴ്ചയിലെ ധ്യാനം, ഈ ധ്യാനത്തിലൂടെ ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൻ്റെ ഏതെല്ലാം അവസ്ഥകളിലായിരുന്നോ ആ അവസ്ഥകളെ കർത്താവിൻ്റെ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് കർത്താവിൻ്റെ സ്നേഹത്താൽ നിറച്ച് കർത്താവിൻ്റെ ആത്മാവിനാൽ ശക്തി പ്രാപിച്ച് ഇന്ന് ഓരോ വ്യക്തിയും ദൈവാനുഭവത്തിൻ്റെ പുതിയൊരു നിറവിലേക്ക് വന്നിരിക്കുകയാണ്. ഈ നിറവിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് കർത്താവ് എത്രയോ നല്ലവനാണ്. അതെ, കർത്താവിൻ്റെ നന്മയെയും സ്നേഹത്തെയും രുചിച്ചറിഞ്ഞ ആ അറിവ് നിങ്ങളുടെ ജീവിതത്തിലൂടെ ഇനിയുള്ള നാളുകളിൽ അനേകർക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. ഈ അനുഭവിച്ചറിഞ്ഞ കർത്താവിനെ, ഈ രുചിച്ചറിഞ്ഞ കർത്താവിൻ്റെ സ്നേഹത്തെ, കർത്താവിൻ്റെ വചനത്തിൻ്റെ മാധുര്യത്തെ ഇനിയുള്ള നാളുകളിൽ നമ്മുടെ ജീവിതത്തിലൂടെ അനേകർക്ക് കൊടുക്കുമ്പോഴാണ്, അനേകർ നിങ്ങളിലൂടെ അത് അനുഭവിക്കാനായിട്ട് ഇടയാകുമ്പോഴാണ് ഈ ധ്യാനം ജീവിതത്തിൽ എന്നും തിളങ്ങി നിൽക്കുന്ന ഒരു ചൈതന്യമായി പ്രശോഭിക്കുക. അതിനാൽ ഈ ആഴ്ചയിലെ ധ്യാനത്തിലൂടെ ഏതെല്ലാം ബോധ്യങ്ങൾ കിട്ടിയോ, ഏതെല്ലാം അറിവുകൾ കിട്ടിയോ, ഏതെല്ലാം നിറവുകൾ കിട്ടിയോ അത് തുടർന്നുള്ള ജീവിത വഴികളിൽ അനേകർ കൊടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നിങ്ങളെ സഹായിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നു. ഓരോ ആഴ്ചയിലും അനേകരെ നിങ്ങളുടെ ജീവിത സാക്ഷ്യം വഴിയായിട്ട്, നിങ്ങളുടെ പ്രേരണ വഴിയായിട്ട് പറഞ്ഞുവിടാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുവഴിയായിട്ടാണ് നമുക്ക് ആത്മീയ മേഖലയിൽ കൂടുതൽ കൂടുതൽ വളർച്ച ഉണ്ടാകുന്നത്. ഈ വളർച്ചയാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമ്പത്ത്. ദൈവം ആ ഒരു സമ്പത്ത് കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കും. ഈശോ നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.